പിന്നെ ലിഅന്നഹു മസ്തൂറുൻ ഗാലിബൻ, കാരണം തല എന്താണ് അധിക സമയത്തും മറക്കപ്പെട്ടതാണെന്നല്ലേ. അപ്പോ കഫാഹു അദിനാ തഹാറത്തിന്, അപ്പോൾ ആ തലക്ക് മതി, അദിനാ തഹാറത്ത് മതി. ലിഅന്ന തശ്രീഫഹുൽ മഖ്സൂദ യഹ്സുലു ബിദാലിക, കാരണം ആ തലയെ ബഹുമാനിക്കുക, ഈ അവയവങ്ങളെയൊക്കെ കഴിയുന്നത് അതിനോടുള്ളൊരു ബഹുമാനമാണല്ലോ. അപ്പം അതിൻ്റെ മഖ്സൂദായ തശ്രീഫ് എന്താണ്, ആ അതിനെ കൊണ്ട് ഹാസിലാവും, കാരണം അതെപ്പോഴും മറച്ചിട്ടും കൂടിയുള്ളതല്ലേ. അപ്പോൾ മറച്ച് സംരക്ഷിക്കുന്നതാവുമ്പോൾ ഇങ്ങനെയും കൂടിയാണ് എന്നാ, പിന്നെ അത് മതി, അതുകൊണ്ടാണത്. അപ്പം അത് ചിലർ ഇഷ്കാലാക്കിയതിന് മറുപടി, ഇത് മഅഖൂലുൽ മാന അല്ല, കാരണം തല തടകലാണല്ലോ എന്ന് പറഞ്ഞിട്ട് തഅബ്ബുദിയാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു മറുപടിയും കൂടിയാണ് ഇന്നമക്തുഫിയ എന്ന് പറഞ്ഞത്. പിന്നെ ഷർത്തുഹു, ഇനി ആ പിന്നെ ഇതിൻ്റെ ഷർത്തുകൾ പറയുന്നു, ഇതിൻ്റെ ഉളൂവിൻ്റെ ഷർത്തുകൾ. ഇനി അത് പിന്നെ ശേഷം എന്താണ് ഫർള് മത്തനിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഷർത്തുഹു കൽ ഉസ്ലി, കുളിയുടെ ഷർത്ത് പോലെ തന്നെ ഒളുവിൻ്റെ ഷർത്ത് അങ്ങനെയാണല്ലോ. മാഉ മുത്തലക്കുൻ, മാഉ മുത്തലക്ക് വേണം. വലന്നു അന്നഹു മുത്തലക്കുൻ, മാഉ മുത്തലക്ക് ഉണ്ടായാലും പോരാ, അത് മുത്തലക്കാണെന്നുള്ള ലന്നും വേണം. ഷർത്തുഹു കൽ ഗുസ്ലി മാഉ മുത്തലക്കുൻ വലന്നു അന്നഹു മുത്തലക്കുൻ, അത് മുത്തലക്കാന്നുള്ള ലന്നും വേണം. അത് തന്നെ എപ്പോഴാ ഇന്ദൽ ഇസ്തിബാഹി, ഇസ്തിബാഹ് ഉണ്ടാകുമ്പോൾ എന്ത് വേണം, മാവ് മുത്തലക്കാന്നുള്ളത് എന്നും വേണം. അപ്പോൾ ഈ ജിത്യാദ് ചെയ്തിട്ട് വേണമല്ലോ അങ്ങനെ. അപ്പോൾ അത് രണ്ടും വേണം നിർത്താം. വഅദുമു നഹ്വി ഹൈലിൻ ഫി ഗൈരിഹി, ഫി ഗൈരി നഹ്വി അഗ്സാലിൽ ഹജ്ജീന, ഹൈല് പോലത്തതില്ലാതിരിക്കണം, എന്നാലേ പിന്നെ ഒളുവും കുളിയൊക്കെ ശരിയാവുള്ളൂ. പിന്നെ അതായത് ഇബാദത്തായിട്ടുള്ള എന്താണ് കുളി, നിയ്യത്ത് ചെയ്തുകൊണ്ടുള്ള കുളി. പിന്നെ അപ്പോൾ അതല്ല സാധാരണ എന്താണ് പെണ്ണുങ്ങൾ കുളിക്കും, അപ്പോൾ അവർക്ക് അത് ഇതില്ല അതിരിക്കണ്ടല്ലോ. അതെ, ഇത് പോലത്തെ നിഫാസില്ലായിരിക്കണം. ഫി ഗൈരി ഹീന്നാണ് എൻ്റെ കിതാബിലുള്ളത്, അതില്ല. ഫി ഗൈരി നഹ്വി അഗ്സാലിൽ ഹജ്ജി, ഹജ്ജിൻ്റെ കുളി പോലത്തത് ഒഴികെ, അതാണ് അതുപോലത്തെ പെരുന്നാളിൻ്റെ കുളി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ എന്താണ് അതൊഴിച്ചിട്ട്, അല്ല ഹജ്ജിൻ്റെ കുളി പോലെ എന്താണ് പിന്നെ മുഅ്തമിറും ഹാജും അല്ലാത്ത ആളിന് മക്കയിൽ കിടക്കാനുള്ളത്. അതെ, വക്ക ഗുസ്ലിൽ എഴുതേന് രണ്ട് പെരുന്നാളിൻ്റെ കുളി, ഇതിനൊന്നും എന്ത് അത് വേണ്ട, അതപ്പോൾ അതിന് നിയ്യത്തിയിട്ട് തന്നെ കുളിക്കാം. അങ്ങനെ അതിന് കാരണം ഇതാണ്, അവിടെ എന്താണ് പിന്നെ ഈ അശുദ്ധിയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വന്നപ്പോൾ, അവരോട് കുളിക്കാൻ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊഴിവായത്, പിന്നെ നസ് കൊണ്ട് ഒഴിവായതാണ്. അപ്പോൾ ഒളുവെടുത്താലും ശരിയാവില്ല, അവർ ഒളുവെടുത്താൽ. അല്ലായക്കൂൻ അലൽ ഉളുവി മായുഗയ്യിറുൽ മാ എന്ന പോലെ അവയവത്തിൽ ഉണ്ടാകാതിരിക്കലും എന്താണ് ഉണ്ടാകാതിരിക്കാൻ പോകണം, അത് ഷർത്താ. മായുഗയ്യിറുൽ മാ, വെള്ളത്തിനെ തഗീറാക്കുന്ന ഒന്ന് ഇതിലുണ്ടാകുകയും ചെയ്യരുത്, അവയവങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യരുത്. തകയ്യുറൻ ലാറൻ, എന്ത് തകയ്യുറ്, ലാറായ തകയ്യുറ്. ലാറായ തകയ്യുറ് എന്ന് പറഞ്ഞാൽ താഹിർ ആയിരിക്കുമല്ലോ, അപ്പോൾ ഇസ്മ മാറുന്ന രീതിയിലുള്ള ശദീദായ തകയ്യുറാണല്ലോ. ഔ ജിർമും ഗസീഫുൻ, അല്ലെങ്കിൽ അവയവങ്ങൾ ഉണ്ടാകരുത്, ജിർമുണ്ടാകരുത്. നേരെ മായുകയ്യുറുൽ മാൻ്റെ മേലെത്തുക, അപ്പോൾ ജിർമ് തടിയുള്ള വസ്തു, ഗസീഫുൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാന്ദ്രത കൂടിയ തടിയുള്ള വസ്തുവെന്ന്. അതാണ് ജിർമുൻ ഗസീഫ് ആകുമ്പോഴാണ് യംന ഉസൂലഹു, വെള്ളം ചേരലിനെ തടയും, ലിൽ ബഷറത്തി, ബഷറത്തിലേക്ക് വെള്ളം ചേരലിനെ തടയും എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. യംന ഉസൂലഹു ലിൽ ബഷറത്തി. പിന്നെ അപ്പം അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ലാനഹു ഖിലാബിൻ, ഖിലാബ് പോലത്തതല്ല. ദുഹിനും മായിൻ, മായിയായ ദുഹിനുമല്ല. ഖിലാബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മൈലാഞ്ചിയൊക്കെ ഇടുമല്ലോ, അതൊക്കെ ഖിലാബിൽ പെട്ടതാണ്. ചായം കൊടുക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് തലയിലുണ്ടാവും, മുടിയിലുണ്ടാവും, തൊലിയിലും ഉണ്ടാവും. പിന്നെ ഇഹ്റാം ചെയ്യുന്ന സ്ത്രീക്ക് എന്താണ് മുഖത്ത് ആദ്യം എന്താണ് മൈലാഞ്ചി ഇടൽ സുന്നത്തുണ്ടല്ലോ. എന്തിനാ, തൊലീൻ്റെ നിറം നേരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്യാണുങ്ങൾ കാണുകയാണെങ്കിൽ നേരെ കാണണ്ട, തൊലീൻ്റെ നിറം തന്നെ കാണണ്ട,
ഇത് എന്ന നിലയ്ക്ക് അങ്ങനെ സുന്നത്തുണ്ടല്ലോ. അപ്പോൾ അതാ പറഞ്ഞ തൊലിയിലുണ്ടാവും ഖിലാബ് മുടിയിലും ഉണ്ടാവും. അപ്പോൾ കയ്യിലൊക്കെ പെണ്ണുങ്ങൾ മൈലാഞ്ചി ഇടുമല്ലോ, അതെല്ലാം ഖിലാബല്ലേ. പിന്നെ ദുഹുനും മായുൻ, അപ്പോൾ അത് തടസ്സമല്ല. മായിയായ എണ്ണയും തടസ്സമല്ല. മായിയായ എണ്ണ എന്ന് പറഞ്ഞാൽ അത് എണ്ണ തന്നെയാണോ അത് അതിൻ്റെ അസറാണോ? അത് അതിൻ്റെ അസറാണ് പറയുന്നത്. അല്ലാതെ മായിയായ എണ്ണ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം പിടിക്കൂലല്ലോ ഉള്ളിലേക്ക്, അല്ലേ? ലാനഹു ഖിലാബിൻ വദുഹുനിൻ മായിൻ അല്ല വദുഹുനിൻ മായിൻ, അതിൻ്റെ മേലെ ഇത്ഫാക്ക. അപ്പം അങ്ങനെ മായിയായ ദുഹുനും ഇതുപോലത്തതെന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ് റൗളയിലൊക്കെ പറഞ്ഞ് വലൗക്കാന അയലാഇഹി ആസറു ദുഹുനിൻ മായിൻ എന്നാണ്. മായിയായ ദുഹുനിൻ്റെ അസറുണ്ടെങ്കിൽ എന്നാ പറയുന്നത്. അപ്പം ഈ ദുഹുനും മായി കൊണ്ട് ഉദ്ദേശം എന്താണ്? നേരെ ദുഹുനല്ല, അതിൻ്റെ അസറാ പറയുന്നത്. അല്ലെങ്കിൽ നേരെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. നഹു ഖിലാബിൻ വദുഹിനിൻ മായിൻ എന്നിങ്ങനെ മജ്റൂറായിട്ടാ. പിന്നെ എന്നിട്ട് എന്താണ്? ദുഹുനുമായിന്റെ അസറുണ്ട്. അമസ്സൽ മാ ഉൽ ബഷറത്ത വജാറാണ്ട് വെള്ളം ആ തൊലിയിൽ തട്ടിത്തന്നെ ഒലിച്ചു. വലം യസ്ബുത്ത് സഹഉഹു, അതവിടെ തട്ടിത്തന്നെ ഒലിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ എണ്ണയുടെ ഒരു മെഴുക്കുള്ളത് കൊണ്ട് എന്താണ്, ഒരു അസർ ഉള്ളത് കൊണ്ട് അതവിടെ നിൽക്കൂല. ഇങ്ങനെ തൊളിയിൽ തട്ടിയിട്ട് തന്നെ അങ്ങനെ ഒലിച്ചു പോകും. അത് കുഴപ്പം, അത് ശരിയായി പോകും. കാരണം എന്നെ സുബൂത്തൽ മായ ലൈസബി ഷർത്തിൻ വഫിൽ ഖാദിമി ബഅദ ദിക്രി അതാ വയജിബു ഹംലുഹു മായിദ അസാബൽ ഉളുവ ബിഹൈസു യുസമ്മ ഗുസ്ലൻ ഉണ്ടോ. അപ്പോൾ അവിടെ സുബൂത്ത് ഷർത്തില്ല എന്ന് പറഞ്ഞത് കഴുകൽ എന്ന് പറയുന്ന രീതിയിൽ അവയവത്തിൽ വെള്ളം പറ്റുമ്പോഴാണ്. ഫലോ ജറ അലൈഹി ഫതഖത്ത, അപ്പോൾ അവയവത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മുറിഞ്ഞ് അങ്ങനെ വെള്ളം പോയാലോ അതുണ്ടാവില്ല. ഈ എണ്ണൻ്റെ പുറത്ത്, എണ്ണമയുള്ളതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ മുറിഞ്ഞു പോകും. ബിഹൈസു യൽഹറു അദ്മു ഇസാബത്തിഹിൽ ദാലിക്കൽ ഉളുവി, ആ അവയവത്തിനെ തൊട്ടിട്ടില്ല എന്ന് അപ്പം തിരിയും. ലംയക്ഷി, അത് മതിയാവൂല എന്ന് ആ ഗർദിനക്കൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ദുഹുനുമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസറുണ്ടാകുക എന്നാണ്. ഖൗലുൽ കഫാലി തറാക്കുമുൽ വസഖി അലൽ ഉളുവി ലാ യംനഉ സിഹത്തൽ വുളൂഇ എന്ന് പറഞ്ഞു. ഖൗലുൽ കഫാൽ തറാക്കുമുൻ അൽ വസഖി അലൽ ഉളുവി, വസഖ് എന്താണ്? കുന്നുകൂടുക, കുമിഞ്ഞുകൂടുക എന്നൊക്കെയാണ്. അപ്പോൾ കൂടി ഒരവയവത്തിൻ്റെ മേലിൽ ലായംന സിഹത്തൽ വുളൂഇ, അത് വുളൂവിൻ്റെ സിഹത്തിനെ തടയൂല എന്നും പറഞ്ഞിട്ടുണ്ട്. വലൻ നഖ്ലു ബിലംസിഹി, ആ വുളൂ കൊണ്ട് എന്താണ് തൊട്ടാൽ വുളൂ മുറിയലിനെയും തടയൂല. അപ്പോൾ ആ വസ്ഖും മുത്തറാക്കിമ കൊണ്ടാണ് തൊടൽ വരുന്നത്. അന്യവണ്ണിനെ തൊടുന്നു, അപ്പോൾ ഒതു മുറിയും. ഒതു ശരിയാവുമോ? ഒതുവും ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ വസഖ് തറാക്കുമായത് വെള്ളം ചേരലിന് തടസ്സമല്ല എന്ന് ആണല്ലോ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ യതഅയ്യനു ഫർളുഹു, ആ കൗലിനെ എന്താണ് സങ്കല്പിച്ചതായി പറയൽ തഅയ്യുനാണ്. അതിനെ സങ്കല്പിക്കൽ എന്താണ്? യതഅയ്യനു ഫർളുഹു എന്ന് പറഞ്ഞാൽ ഫർള് തഖ്ദീർ എന്നർത്ഥം, സങ്കല്പിക്കുക. അത് തഅയ്യുനാണ്. ഏത് രൂപത്തിൽ? ഫീമ, ഒരു ഹാലത്തിൽ, ഒരു സൂറത്തിൽ. ഇതാ സാറ ജുസ്അൻ മിനൽ ബദനി, ആ തറാക്കുമുൽ വസഖ് ഈ ശരീരത്തിൻ്റെ ഒരു ജുസ്ആയിത്തീരുന്ന രൂപത്തിലാവുമ്പോഴാണ്. അതിൻ്റെ ജുസ്ആകലെങ്ങനെ? ലായുംകിനു ഫസ്ലുഹു അൻഹു, ആ പിന്നെ ജുസിനെ ഫസ്ൽ ചെയ്യാൻ കഴിയൂല. അൻഹു, ആ ബദനെ തൊട്ട് ആ രീതിയിലൊരു ജുസ്ആയിത്തീരണം, അങ്ങനെയാണ്. അല്ലെങ്കിൽ ലായുംകിനു ഫസ്ലുഹു എന്ന് പറഞ്ഞാൽ വസഖിനെ ഫസ്ൽ ചെയ്യാൻ കഴിയൂല. അൻഹു, ബദനെ തൊട്ട് ഈ രീതിയിലൊരു ജുസ്ആയിത്തീരുന്നെടുത്ത് നിന്ന് വെക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ വസഖ് എന്ന് പറഞ്ഞാൽ അറക്ക് കട്ട പിടിച്ചതല്ലല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ. വിയർപ്പ് കട്ട പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതാണ് സാവൂല. ഇങ്ങനെ ഗുബാറ് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ, മണ്ണിൻ്റെയൊക്കെ പൊടിയാണെങ്കിൽ അത് തൊലി തൊടാത്ത രീതിയിലാണെങ്കിൽ ഒതുമുറിയില്ല എന്നാണ് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയണം തന്നെ. പിന്നെ കബാമറ, അതെ,
ഒതു മുറിയുന്നിടത്ത് മുമ്പ് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി വലായുർ ഇഖ്തിലാത്തുൽ ഖിലാബി. അപ്പോൾ ഈ ഖിലാബ് കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഖിലാബ് ചിലപ്പോൾ അതിൽ ഈ നൂഷാദിർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നൂഷാദിർ എന്ന് വാവുണ്ടായിട്ടും നുഷാദിർ എന്ന് വാവില്ലാതെ രണ്ട് പറയും അറബിയിൽ. ഏതായാലും ഫാരിസി പദമാണ്. എന്ത് ചെയ്തതാ? അത് മുഅറബാണ്, നൂന്ന ദമ്മായിട്ടാണ്. നൂഷാദിർ എന്നാ. നവസാരം എന്നാണ് മലയാളത്തിൽ പറയുക. അതിന് നവക്ഷാരം എന്നും പറയും. നവസാരം അല്ലെങ്കിൽ നവക്ഷാരം. ക്ഷാരം എന്ന് പറഞ്ഞാൽ വെണ്ണീർ, ചാമ്പൽ എന്നൊക്കെയല്ലേ. അപ്പം അങ്ങനെ അതാണ് പറയുന്നത്, നവക്ഷാരം. പിന്നെ അപ്പം അത് എന്താണ് സാധനം? അമോണിയം ക്ലോറൈഡാണ് എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അപ്പം ഏതായാലും അങ്ങനത്തെ ഒരു സാധനമാണ്. അത് ചിലപ്പോൾ കൂട്ടും. എന്തിന്? ഈ പറഞ്ഞ ഖിലാബിന് ചായം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൂട്ടും ചിലപ്പോൾ. അത് കൂട്ടിയോണ്ട് കുഴപ്പമില്ല. ഖിലാബിൻ്റെ അതിനവിടെ ഇല്ല, അസറല്ലേ ഉള്ളൂ. പിന്നെ അപ്പം അത് കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയാം വലിയന്നൽ അസ്ലഫീഹി വലായലുർ വലിയന്ന ഫീഹി അൽ അസ്ലഫീഹി തഹാറത്ത. അല്ല, അത് വലിയന്നാന്നോ ലിയന്നാന്നോ? എൻ്റെ കിതാബിൽ വലിയന്നാന്നോ? വാവുണ്ടായാൽ ശരിയാവോ? അല്ല, വാവില്ല. ലിയന്നൽ അസ്ലഫീഹി തഹാറത്ത്. ആ നൂഷാദിറിൻ്റെ അസല് തഹാറത്താണ്. അത് താഹിറായ സാധനമാണ്. അപ്പോൾ പിന്നെ അതുമായിട്ട് കൂടിക്കലരുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. രണ്ടായാലും അതിന് പോവുകയും ചെയ്തില്ലേ. അത് നജസാന്നൊരു അഭിപ്രായം ഉണ്ട്. അതാണ് പിന്നെ എന്ത് അസല് തഹാറത്ത് എന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറയുന്നു ഫഖദ് അഖ്ബറനി ബഅദുൽ ഖുബറായി. ഈ വിഷയത്തിൽ എന്താണ് നല്ല പരിചയമുള്ള ചില ആൾക്കാർ പറഞ്ഞു. അതായത് ഈ നൂഷാദിർ എങ്ങനെ ഉണ്ടാകുക എന്നുള്ളത്, എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയുന്ന ആൾ പറഞ്ഞ് അത് അസല് തഹാറത്താന്നുള്ളതിന് കാരണം പറയാ. ഫഖദ് അഖ്ബറനി എന്നുള്ളത് അന്നൽ അസ്ലഫി തഹാറത്തു എന്നുള്ളത് അന്നഹു യന്നഖിദു മിനൽ ഹബാബി. അത് ഈ ഖുബാർ പൊടിയിൽ നിന്ന് മുന്നക്കിതാകുന്നതാണ്. അതായത് അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയല്ല, അത് മണ്ണിൻ്റെ മറ്റേൻ്റെ ഒന്നും പൊടിയല്ല. ഈ നൂഷാദിർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഉണ്ട്, അതിൻ്റെ പൊടി മുന്നക്കിതാകുന്നതാണ്. എന്നാൽ മിൻ ഗൈരി ഈഖാദിൻ അലൈഹി ബിൻ നജാസത്തി. അതിൻ്റെ മേലിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീ കത്തിച്ചിട്ടുണ്ടാകുന്നതായതുകൊണ്ടായിരിക്കും നവസാരം എന്നുള്ള നവക്ഷാരമാണ് അതിൻ്റെ അസല്. ക്ഷാരം വെണ്ണീർ, ചാമ്പൽ എന്നൊക്കെ ആണല്ലോ. അപ്പോൾ അതാണ് പിന്നെ നവസാരമായതായിരിക്കും. അപ്പോൾ തീ നജസ് കൊണ്ട് തീ കത്തിക്കാതെ ഉണ്ടാകുന്നതാണ്. മിൻഗൈരി ഈഖാദിന്, അതിൽ നിന്ന് മുന്നൊക്കെ ഇതാണെന്ന് പറഞ്ഞു. ഫഗായത്തുഹു. അപ്പോൾ അതിൻ്റെ ഗായത്ത് എന്താ? അന്നഹു നൗആനി. അപ്പോൾ അതിൻ്റെ ഗായത്ത് അത് രണ്ട് നൗണ്ട് എന്നറിയും. അതായത് നജസ് ഉണ്ട് എന്ന് ഒരു കൂട്ടർ പറഞ്ഞ എന്താണ്, നജാസത്ത് കൊണ്ട് തീ കത്തിച്ചിട്ടുണ്ടാകുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ രണ്ട് നൗ ആയല്ലോ. അപ്പോൾ അസല് തഹാറത്താന്ന് വെക്കാം. കാരണം എന്താ, ഈ നൂഷാദിർ ഇതിൽ നജസ് തീ കത്തിച്ചിട്ടുണ്ടാക്കിയതാണോ എന്നറിയില്ലല്ലോ. അത് നജസ് കൊണ്ട് തീ കത്തിച്ചിട്ടുണ്ടാക്കിയതാണെങ്കിൽ അത് നജസ് ആകും എന്ന് വെച്ചാൽ തന്നെ ഇത് ഉറപ്പില്ലല്ലോ. അപ്പോൾ അസല് താഹിറാണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ കാരണം പറഞ്ഞതാ വൈന്ദശക്കി. അപ്പോൾ രണ്ട് നൗ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈഖാദുൻ അലൈഹി ബിൻ നജാസത്തിന്നും എന്ന പോലെ ഗൈറു ഈഖാദിൻ അലൈഹി ബിൻ നജാസത്തും. വൈന്ദശക്കി ഫലാ നജാസത്ത. സംശയം ഉണ്ടാകുമ്പോൾ എന്തില്ല? നജസില്ലല്ലോ. അതാ അലാന്നല്ല പോലെ. അതിനും പുറമെ രണ്ടിനത്തിൽ ഒന്നാമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ മിൻ ഗൈരി ഈഖാദിൻ അലൈഹി ബിൻ നജാസത്തി എന്ന് പറഞ്ഞില്ലേ, അതിലുണ്ട് മിൻഹു. ആ ഒന്നാമത്തതിൽപ്പെട്ടതാണ് മാ മാദ്ദത്തുഹു താഹിറത്തുൻ. അതിൻ്റെ മാദ്ദ താഹിറായത്. അപ്പോൾ മൊത്തം 3 കിസ്മായല്ലോ അല്ലേ? നജസ് കത്തിച്ചിട്ടുണ്ടാക്കുന്നതും നജസ് കത്തിക്കാതെ ഉണ്ടാക്കുന്നതും. നജസ് കത്തിക്കാതെ ഉണ്ടാക്കുന്നതിൽ തന്നെ അതിൻ്റെ മാദ്ദ താഹിറായ ഒന്ന്. എന്താണ് ആ മാദ്ദ? വഹിയ തിബുനു വനഹ്വുഹു. അത് ഈ വൈക്കോലും അതുപോലത്തെ സാധനം അല്ല, അതുപോലത്തത് എന്താണ്? അതിൻ്റെ പൊടിയാണ്. അത് പൊടിക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കുക ഈ നൂഷാദിർ. അപ്പോൾ തിബിന് അതിൻ്റെ മാദ്ദ, അതിൻ്റെ അസംസ്കൃത വസ്തു എന്നാണ് അവിടുത്തെ മാദ്ദൻ്റെ അർത്ഥം. അപ്പോൾ അത് ശുദ്ധിയുള്ളതാണ്. അപ്പോൾ അവിടെ നജാസത്ത് കത്തിച്ചാലോ? അവിടെ നജാസത്ത് കത്തിച്ചാൽ ആറാവും. അതില്ല. അത് പിന്നെ പറയുന്നു വലായലുറുൽ വഖൂദു അലൈഹി ബിൻ നജാസത്തി. അവിടെ എന്താണ് വുഖൂദ്,
തീ കത്തിക്കുക, ഈഖാദ് എന്നർത്ഥം. നജസ് കൊണ്ട് കത്തിക്കുന്ന കുഴപ്പമില്ല, ഇത് താഹിറാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന് തഖയ്യുലു അന്ന റഅ്സൈന ഈ മുന്നഖിദും മിൻ ദുഖാനിഹ മഅൽ ഹബാബി, ഇതിന്റെ പൊടി, അതിന്റെ പൊടിയോടുകൂടെ ഈ നജാസത്തിന്റെ ദുഖാന്, ഇത് രണ്ടും കൂടി മുന്നഖിദാണ്. എന്തിന്റെ റഅ്സ്? ഈ പറഞ്ഞ നൂഷാദിറിന്റെ പാത്രത്തിന്റെ അറ്റം, അതാണ്. അത് രണ്ടും കൂടി അവിടെ ഒരുമിച്ച് കൂടുന്നർത്ഥം. പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനത്തെ ആ തഖയ്യുലാകുന്നത് ലിഅന്ന ഹാദാ ഗൈറു മുഹഖഖിൻ, അല്ല തഖയ്യുലു അതാകുന്നത് എന്നല്ല, ലാ യദുറുൽ വുഖൂദു വതഖയ്യുലു അന്നാണ്. ആ വുഖൂദ് ലററല്ല എന്ന പോലെ ഈ തഖയ്യുലും ലററല്ല. അങ്ങനെ തോന്നിയോണ്ടൊന്നും കാര്യമില്ല. അതങ്ങനെ ചിലവർ പറഞ്ഞതാ, അങ്ങനെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പൊ അതിന് പറഞ്ഞത് ആ തഖയ്യുലും കുഴപ്പമില്ല. കാരണം എന്താ? ലിഅന്ന ഹാദാ ഗൈറു മുഹഖഖിൻ, അത് ഉറപ്പായിട്ടില്ലല്ലോ. ഈ പറഞ്ഞ നജസിന്റെയും കൂടി പൊടി കൂടി മുന്നക്കിതായതാണ് ഈ നൂഷാദിർ എന്ന് ഉറപ്പുണ്ടോ? അതങ്ങനെ തോന്നിയതല്ലേ. അത് ഉറപ്പില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇഹ്തിമാലി അന്നഹു മുന്നക്കിദും മിനൽ ഹബാബി വാഹിദഹു, അത് ആ ഹബാബ് മാത്രം മുന്നക്കിതായതാകാൻ സാധ്യത ഉണ്ടല്ലോ. അന്ന ദുഖാനഹ സബബുൽ ലിദാലിക, ആ നജാസത്തിന്റെ ദുഖാന് ഈ ലിദാലിക്കൽ അഖദി, ആ ഇന്നിഖാദിന്, അതിങ്ങനെ കട്ടയായി ഉറക്കുന്നതിന് കാരണമാണ്. എന്തല്ല? ആ ദുഖാനും കൂടി എന്ത് ചെയ്തിട്ടില്ല, കട്ടയായിട്ടില്ല, അതിന് സാധ്യതയില്ലേ എന്നാ. അപ്പൊ അങ്ങനെ മാദ്ദ താഹിറാവുമ്പോ പിന്നെ ഇതൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാല് നൂഷാദിർ താഹിറാണ്, അതും കൂടി കൂട്ടിയിട്ടാ പിന്നെ ഖിലാബ് ഇട്ടത് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. വഇല്ലം യകുൻ മിൻ ഐനിഹി, അതെന്തല്ല, ഏത് ആ ദുഖാനുൻ നജാസത്തിൽ, അമ്യക്കുൻ എന്ന് പറഞ്ഞതിന്റെ ലമീർ ദുഖാനിലേക്ക്, മിൻ ഐനിഹി എന്ന് പറഞ്ഞാല് ആ അഖദിന്റെ ഐനിൽ പെട്ടിട്ടില്ല. പിന്നെ വഇല്ലം യകുനിൽ അഖ്ദു എന്നറിഞ്ഞെടുത്ത് വാവ് ഹാലിയാണെന്ന് അറിയുന്നുണ്ട്. ആയിക്കോട്ടെ, ഏതവസ്ഥയിൽ പിന്നെ വഇല്ലം യകുൻ എന്നറിഞ്ഞെടുത്ത് യകുൻ എന്ന് പറഞ്ഞതിന്റെ ലമീർ അഖദിലേക്കാണെന്ന് പറയുന്നുണ്ട്. ഇബാറത്തുൽ ഗർദിയിൽ അങ്ങനെ. പിന്നെ അഖദായിട്ടില്ല, എന്തിൽ നിന്ന്? ഇന്നിഖാദായിട്ടില്ല. മിൻ ഐനിഹി, ആ ദുഖാന്റെ ഐനിൽ നിന്നായിട്ടില്ല, മറിച്ച് ആ ദുഖാൻ ഒരു സബബ് മാത്രമാണ്. അങ്ങനെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് എന്താണ് താഹിറാന്നിപ്പോ പറഞ്ഞു. വബിഹാദായി ഉലമു, അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് തിരിഞ്ഞത് ഇങ്ങനെ ഈ തഖയ്യുല് എന്താണ്? ലററല്ല. വലാ യദുറുൽ വുഖൂദു വതഖയ്യുലു, അല്ലെ? അതീന്ന് തിരിഞ്ഞെന്ത് അറിയപ്പെടും? ഇസ്തിർവാഹു മൻജസമ ബി നജാസത്തിൻ നൂഷാദിരി, ഈ നൂഷാദിർ എന്ന് പറഞ്ഞ സാധനം നജസാന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു കളഞ്ഞു, ഖിലാഫൊന്നും പറയാതെ. അവരുടെ ഇസ്തിർവാഹ് അവർ വേണ്ട പോലെ ആലോചിച്ചിട്ടില്ല എന്നാ, തഹ്ഖീഖാക്കാതെ പറഞ്ഞു എന്നാ. പിന്നെ ഹൈസു ഉജിത എന്ന് പറഞ്ഞാൽ ഏതാണെങ്കിലും എത്തിക്കപ്പെടുമ്പോൾ അത് നജസാണ് എന്ന് പറഞ്ഞാൽ മുത്തലക്കൻ നജസാണ്. ഇപ്പൊ മുമ്പ് പറഞ്ഞ 3 ഉണ്ടല്ലോ, തീ കത്തിച്ചാലും ഇല്ലെങ്കിലും എന്ന പോലെ അതിന് ഇങ്ങനെ ദുഖാനും കൂടി പിന്നെ മുന്നക്കിതായാലും ഇല്ലെങ്കിലും അല്ലെങ്കിലും മൊത്തത്തിൽ നജസാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഈ ദുഖാനും കൂടി കൂടിയിട്ട് അത് മുന്നക്കിതായതാണ്, കട്ടയായതാണ് എന്ന് ഉറപ്പായ നജസ എന്ന് പറയായിരുന്നു. അതല്ല അവർ പറഞ്ഞത്. ഇനി വലാ യദുറു ഫിൽ ഖിലാബി, ഈ ഖിലാബില്, അതായത് ഖിലാബ് ഒതുണ്ടാക്കുന്നതിന്റെ സിഹത്തിന് തടസ്സമാകാതിരിക്കുക എന്ന് പറഞ്ഞതിൽ തററില്ല എന്നാണ്. പിന്നെ എന്ത്? തംഫീത്തുഹു, അത് ആ ഖിലാബ് എന്ത് ചെയ്യുക? പൊള്ളയാക്കുക, വീർപ്പിക്കുക. ലിൽ ജിൽദി, തോലിനെ വീർപ്പിക്കുക. വ തർബിയത്തുഹു അൽ ഖിശ്റത അലൈഹി, എന്ത് ചെയ്യുക? അത് വളർത്തുക എന്നാ തർബിയത്ത്. അൽ ഖിശ്റത വ തർബിയത്തുഹു ലിൽ ഖിശ്റതി അലൈഹി എന്നാണ് വേറെ നുസ്ഖയിലുള്ളത്. എൻ്റെ നുസ്ഖയിലുള്ളത് അൽ ഖിശ്റത അലൈഹി എന്നാ. ആ ഖിലാബിന്റെ മോളിൽ എന്ത് ചെയ്യുക? ആ ഖിശ്റത്തിനെ, തോലിനെ വളർത്തുക എന്ന് പറയാം. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ ഖിലാബ് ഇട്ടപ്പോൾ അത് ഒരിനം ഖിലാബ് ഉണ്ട് എന്നാ പറയുന്നത്. അതിട്ടാൽ അത് ചൂടുള്ള സാധനം, അപ്പൊ പൊള്ളും.
അപ്പോൾ പൊള്ളുമ്പോൾ എന്ത് ചെയ്യും? തംഫീത്ത് ഉണ്ടാവുമല്ലോ, വീർത്തു വരുമല്ലോ. അവിടെ പറയുന്നുണ്ട് അഫ്സ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുള്ള ഖിലാബ്. അപ്പോൾ അത് പൊള്ളും, അപ്പോൾ വീർത്തു വരും. അപ്പോൾ അതിൻ്റെ മുകളിലെന്താണ്? തൊലിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ വേറെ തോല് മുളയ്ക്കുകയും ചെയ്യുമല്ലോ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ലിയന്ന തിൽക്കൽ കിഷറത്ത് പിന്നെ അയിനിൽ ജിൽദി, ആ പിന്നീട് മുകളിൽ കാണുന്ന ആ ഇങ്ങനെ പൊള്ളയായി നിൽക്കുന്ന ആ തോലുണ്ടല്ലോ, അതെന്തിൽപ്പെട്ടതാ? ജിൽദിന്റെ അയിന് തന്നെയാണ്. അത് വേറെ പുറത്തുനിന്ന് വന്ന സാധനമൊന്നുമല്ലല്ലോ, ഇങ്ങനെ പൊള്ളയായി എന്നല്ലേ ഉള്ളൂ. ലാമിൻ ജിർമിൽ ഖിലാബി, അതാ ഖിലാബിന്റെ ജിർമല്ലത്, അത് തോല് തന്നെയാണ്. അപ്പം അതിന്റെ പുറത്തൂടെ കഴുകി വെള്ളം ഒഴിച്ചാൽ മതി, അത് ശരിയാവും. കമാഹുവ വാലിഹൻ. ഇനി വേറെ ഷർത്ത് പറയാം, ജറിയുൽ മായി അലൈഹി വ ഇസാലത്തുൻ നജാസത്തി വ തഹഖുഖുൽ മുഖ്തലി. പറയുന്നതെല്ലാം ഷർത്തുഹു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയല്ലോ, മാവും മുത്തലക്കുൻ, അതിന്റെ മേലെ അത്ഫാണ് പറയുന്നല്ലോ. അപ്പോൾ വെള്ളം എന്താണ്? ഒലിക്കണം. അലൈഹി, ഈ ഉളുവിന്റെ മേലെ ഒലിക്കണം. ഒലിക്കണം എന്ന് പറഞ്ഞാൽ തടകിയാൽ മതിയാവൂല എന്നർത്ഥം. അതിന് ഹനഫി ഫിഖിന്റെ ചില കിതാബുകളിൽ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ ഒലിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒലിച്ചിട്ട് എന്താണ്? ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു തുള്ളിയൊന്നും ആകണമെന്നില്ല, അവയവത്തിനെ തൊട്ട് പുറത്തോട്ട് ഒലിക്കുക എന്നാണ് ആ മസഹും ഗസ്ലും തമ്മിൽ, ജരിയുൽ മാവും തമ്മിൽ വ്യത്യാസം പറഞ്ഞത്. വലിയൊരിതില്ല, ഇങ്ങനെ എന്താണ് ഇവിടെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വന്നിട്ട് അവിടെ അവസാനം എത്തിയിട്ട് ഒരു ചെറിയ ഒരു തുള്ളി എന്ത് ചെയ്യുക? അവയവം കഴിഞ്ഞിട്ട് ഒലിക്കാൻ ഉണ്ടാകുക എന്ന്. ഒലിച്ച് ഹക്കീക്കത്തും ബിൽഫിൽ ഒലിക്കണമെന്നില്ല, ഇറ്റാനുണ്ടാകുക. അപ്പോഴാണ് ജെറി എന്ന് പറയുന്നത്. പിന്നെ ഇസാലത്തുൻ നജാസത്തി, നജസ് നീക്കണ അല്ല തഫ്സീലും എത്തി. അപ്പോൾ കുളിക്കുന്നതിൻ്റെ ഉതകൊടുക്കുന്നതിൻ്റെ ഒക്കെ മുമ്പ് നജസ് നീക്കണം, അത് ശേഷം വരുന്ന തഫ്സീൽ അനുസരിച്ച്. പിന്നെ തയമ്മത്തിലും അതുപോലെ എന്താണ് സലസിൽ ബൗലിലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ തഹഖുഖുൽ മുഖ്തലി ഉറപ്പാകണം. അപ്പോൾ ഇൻബാനൽ ഹാല് ബായിനായാൽ എന്താണ്? മുഖ്തലി ഉറപ്പാകണം. ഹാല് ബായിനായാൽ മുഖ്തലി ഉറപ്പാകുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സംശയം ഉണ്ടായി ഇവന്. സംശയം എന്താണ്? അശുദ്ധി ഉണ്ടായല്ലേന്ന്. ആദ്യം ഒതു ഉറപ്പുണ്ട്, പിന്നെ അശുദ്ധി ഉണ്ടായല്ലേന്ന്. അപ്പോൾ ഇവൻ എന്ത് ചെയ്ത്? പോയി ഒതു എടുത്ത്. അപ്പോൾ പോയി ഒതു എടുത്തിട്ട് പിന്നെന്ത് ചെയ്തു? ഇവന് ഹാല് വെളിവായി. എന്ത് വെളിവായി? ഇവൻ അശുദ്ധിക്കാരനായിരുന്നു എന്നുള്ളത് ഒതു എടുത്തതിന് ശേഷം. അപ്പം ഈ ഒതു മതിയാവും, ഇനി ഈ ഒതു മതിയാവില്ല, വേറെ ഒതു എടുക്കണം. കാരണം എന്താ? ആദ്യം ഒതു എടുക്കുമ്പോൾ ഇവനൊരു തർദ്ദത്തോടു കൂടെയാണല്ലോ ഒതു എടുത്തത്. അത് ലറൂറത്തിന് വേണ്ടി എന്ത് കുഴപ്പമില്ലാണ്ടായതാണ്, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ഇവൻ വേറെ ഒതു എടുക്കണം. അതാ പറഞ്ഞത്, ആ ഹാല് ബായിനായി കഴിഞ്ഞാൽ മുഖ്തലിന്റെ തഹഖുഖ് ഷർത്താണ്. ഇല്ല, എന്നാ തഹഖുഖുൽ മുഖ്തലി എന്ന് പറഞ്ഞത് പിന്നെ ഫലൗ ഷക്ക ബിയൻ ബാനൽ ഹാലു എന്ന് പറഞ്ഞേ ഷെർവാനി അത് പറയുന്നത്. ഫലൗ ഷക്ക ഹല്ല ഹദസ ഔല ഫതവല്ല, പിന്നോതും ഉണ്ടാക്കി. സുമ്മ ബാന, പിന്നെ തിരിഞ്ഞു, അന്നഹു കാന മുഹദിസൻ ലം യസിഹ വുളൂഹു അലല്ല സഹി. കാരണം എന്താ? അവിടെ മുഖ്തലി ഉറപ്പില്ല, പിന്നെ ഹാല് തിരിഞ്ഞതല്ലേ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒതു മതിയാവില്ല. കാരണം എന്താ? ആ ഒതു എടുക്കുന്ന സമയത്ത് മുഖ്തലി ഉറപ്പില്ല. മുഖ്തലി എന്താ? ഹദസ്. ആ ഹദസ് ഉറപ്പില്ല. ഹദസിനെ കുറിച്ച് സംശയിച്ചിട്ടല്ലേ ഒതു ഉണ്ടാക്കിയത്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ എന്ത് വേണം? നേരത്തെ ആ ഒതു ശരിയാകണമെന്നുണ്ടെങ്കിൽ ആ മുഖ്തലി ഉറപ്പുണ്ടായിരിക്കണമായിരുന്നു. ഇവിടെ ഉറപ്പില്ലാത്തത് കൊണ്ട്, അതായത് ഹദസ് ഉറപ്പില്ലാത്തതുകൊണ്ട് ഈ ഒതു ശരിയായില്ല എന്നർത്ഥം. പിന്നെ ഇല്ല, അങ്ങനെ ഹാല് ബായിനായില്ലെങ്കിൽ, പിന്നീട് അശുദ്ധിക്കാരനാന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തുഹറുൽ എഹ്തിയാത്തിന്റെ തുഹറ്, അതായത് ഈ പറയുന്ന എഹ്തിയാത്തിന്റെ തുഹറാണ്. കാരണം ആദ്യം ഒതു ഉറപ്പുണ്ട്, പിന്നെ അശുദ്ധി ഉണ്ടോ ഇല്ല എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഒതു എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും അവന് എന്ത് ചെയ്യുക? ആ ഒതു കൊണ്ട് നിസ്കരിക്കാമല്ലോ. പക്ഷെ അപ്പോൾ ഒതു എടുത്ത് എഹ്തിയാത്ത് എന്നുള്ള നിലയ്ക്ക് ആ തുഹറുൽ എഹ്തിയാത്ത്, അതെങ്ങനെ? ബിയൻ തയക്കന തുഹറ വശക്കവിൽ ഹദസി, അതാ തുഹറിൽ ഉറപ്പുണ്ട്, പിന്നെ ഹദസിൽ സംശയിച്ച് ഫതവല്ല, എന്നിട്ട് അവൻ ഒതു എടുത്തു. മിൻ ഗൈരി നാഖിലിൻ സഹീഹിൻ, സഹീഹായ നാഖിലില്ലാതെ. അതായത് അങ്ങനത്തെ സമയത്ത് ഇവൻ പോയിട്ടൊന്ന് മൂത്രം ഒഴിച്ചിട്ടാണ്ട് ഒതു എടുത്താലോ? അപ്പോൾ പിന്നെ സഹീഹായ നാഖിലുണ്ടല്ലോ, അല്ലെ ഭാര്യയാണ്ട് തൊട്ടു എന്നിട്ടാണ്ട് ഒതു എടുത്താലോ? അപ്പോൾ ഇവനൊരു നാഖിൽ ഉണ്ടാക്കിയല്ലോ. അങ്ങനെയല്ല, അല്ലാതെ ഒതു എടുത്തു. അപ്പോൾ ആ ഒതുവാകുന്നത് ഇദാലം യബിനിൽ ഹാല് വ്യക്തമായിട്ടില്ലെങ്കിൽ. എന്ത് ഹാല്? ഇവൻ അശുദ്ധിക്കാരനാണ് എന്നുള്ള ഹാല് പിന്നീട് വെളിവാകുന്നില്ലെങ്കിൽ
എന്താണ് അത് സഹീഹുൻ എന്ന, അല്ല മിൻ ഗൈരി നാഖിലിൻ സഹീഹിൻ അല്ല, മിൻ ഗൈരി നാഖിലിൻ സഹീഹുന്ന, ഫതുഹുറുൽ ഇഹ്തിയാത്തി സഹീഹുന്ന, തുഹറിന്റെ ഖബറാണത്. അതെ, നാഖിലില്ലാതെ എന്ത് ചെയ്തു? ഒളു എടുത്തു. അതാ പറഞ്ഞത് ശരി തന്നെ. എന്നിട്ട് അത് സഹിയാണ്. എപ്പോ? ഇദാലം യബിനിൽ ഹാലു. പിന്നെ വലായുക്കല്ലഫുൻ നഖ്ലു ഖബ്ലഹു, ഇങ്ങനത്തെ ഈ എഹ്തിയാത്തിന്റെ ഒളു എടുക്കുമ്പോ ആ എഹ്തിയാത്തിന്റെ ഒളുവിന്റെ മുമ്പ് ഒളു മുറിക്കാൻ കൽപ്പിക്കുമോ അവനോട്? അതില്ല. ലായുക്കല്ലഫുൻ നഖ്ലു, അല്ലെങ്കിൽ അൻ നഖ്ല, ഈ ഒളു എടുക്കുന്ന ആളോട് ഒളു മുറിക്കണം എന്ന് കൽപ്പിക്കുന്നില്ല. ഖബ്ലഹു, ആ എഹ്തിയാത്തിന്റെ ഒളുവിന്റെ മുമ്പ്. അതായത് ഇവനെ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് ഒളു എടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അജ്നബിയത്തിന് ഭാര്യയെ തൊട്ടിട്ട് ഒളു എടുക്കണം എന്നിങ്ങനെ പറയുന്നില്ല. അല്ലെ ഒന്ന് ഉറങ്ങിയിട്ട് ഒളു എടുക്കണം. കാരണം എന്താ? ലിമാബി മിൻ മശക്കത്തിന്, അത് പ്രയാസല്ലേ. അപ്പൊ ആ ഒളു സഹിയാകാനെ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. ആ ഒളു എടുത്ത് ശരി ഹാല് ലാഹിറാകുന്നില്ലെങ്കിൽ അത് സഹിയാണ്, അതുകൊണ്ട് സ്കരിക്കുകയൊക്കെ ചെയ്യാം. ഹാല് ലാഹിറായാലും പ്രശ്നമാണ്. അപ്പോഴാണ് മുക്തലി ഹദസ് ഉറപ്പില്ലാത്തത് കൊണ്ട് ആ ഒളു ശരിയായില്ല എന്ന് വെക്കുന്നത്. അപ്പോൾ ഹദസ് ഉറപ്പുണ്ടാകണം അവിടെ. ഇനി ലാക്കിൻ ഔലാ ഫിഅലുഹു, അങ്ങനെ കൽപ്പിക്കുന്നില്ലെങ്കിൽ ഇവന് നല്ലത് ഏതാ? ഫിഅലുഹു, ആ നഖ്ലിനെ ചെയ്യലാണ്. എന്തിനാ? ഖുറൂജൻ മിനൽ ഖിലാഫി, അങ്ങനെ നഖ്ല് ചെയ്യണം എന്ന് ആ ഇഹ്തിയാത്തിന്റെ ഒളു സഹീഹ് അല്ല എന്നൊക്കെ അഭിപ്രായം ഉള്ളത് കൊണ്ട് ആ ഒളു അങ്ങനെ സംശയം വരുമ്പോൾ ഒളു കൊണ്ട് മുറിച്ചിട്ട് ഒളു എടുക്കല, എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇന്നമാ സഹ ഉളൂ ഷാക്കി ഫി തുഹ്രിഹി ബഅദ തയഖുനി ഹദദിഹി മഅ തറദ്ദുദിഹി. അപ്പോൾ വേറൊരു ഇഷ്കാല്, ഇതിന്റെ നേരെ തിരിച്ച് തുഹറിൽ സംശയമുള്ളവന്റെ ഒളു ശരിയായി. ബഅദ തയഖുനി ഹദദിഹി, ഹദസ് ഉറപ്പായതിന്റെ ശേഷം. ആദ്യം പിന്നെ ഹദസ് ഉറപ്പാണ്, പിന്നെ തുഹറുണ്ടായില്ല എന്നുള്ള സംശയം എന്നതോടുകൂടെ ഇവൻ പോയി ഒളു എടുത്ത്, അത് ശരിയാണ്. മഅ തറദ്ദുദിഹി, ഇവന്റെ തറദ്ദുദോടുകൂടെ. വൈൻ ബാനൽ ഹാലു, ഹാല് ബായിനായാലും തറദ്ദുദോടുകൂടെ ഇവന്റെ ഒളു ശരിയാകുന്നുണ്ടല്ലോ. അതെന്താ തറദ്ദുദ്? ഇപ്പം അശുദ്ധി ഉണ്ടോ ഇല്ലേ എന്നുള്ള തറദ്ദുദാണ്. കാരണം പിന്നെ ഒളു എടുത്തോ ഇല്ലേ എന്നുള്ള സംശയം വരുമ്പോ ഇപ്പൊ ഹദസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയമല്ലോ. അപ്പൊ തയക്കുനുൽ മുക്തലി ഇല്ലല്ലോ, ഇല്ലാതെ തന്നെ എന്ത് ചെയ്ത് ഇവിടെ ശരിയാകുന്നുണ്ടല്ലോ. പിന്നീട് ഹാല് ലാഹിർ ആയാലും ഇല്ലെങ്കിലും ഈ ഒളു ശരിയാകുന്നുണ്ട്. അതെന്താ? ലി അന്നൽ അസ്ല. അപ്പൊ ഇന്നമാ സഹ ഉളൂ ഷാക്കി ലി അന്നൽ അസ്ല. അതിന് കാരണം ബഖാഉൽ ഹദസി, ആ ഹദസ് ബാക്കി ഉണ്ടാകലാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ശരിയായത്. പിന്നെ ബൽ ലൗ നവാഫി ഹാദിഹി എന്നല്ല, ഈ രൂപത്തില്, അതായത് ആ ഹദസ് ഉറപ്പുണ്ടായി, പിന്നെന്ത് ചെയ്തു? തുഹർ അതിൽ സംശയിച്ചു. ആ രൂപത്തില് എന്താണ്? ഇൻകാന മുഹദിസൻ, ഇവൻ നിയ്യത്ത് ചെയ്താൽ എന്ത്? ഇൻകാന മുഹദിസൻ ഇല്ലാഫത്ത ജദീദുൻ, അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഞാൻ മുഹദിസ് ആണെങ്കിൽ എന്താണ്? ഒളു എടുക്കുന്നു, അല്ലെങ്കിൽ അത് ഒളുവിന്റെ ഫർളിനെ കൂട്ടുന്നു, അങ്ങനെ തഅലീഖാക്കിയിട്ട് നിയ്യത്ത് ചെയ്തു. ഇല്ല അശുദ്ധിക്കാരനല്ലെങ്കിൽ ഫത്തജ്ദീദുൻ, ഇങ്ങനെ നിയ്യത്ത് ചെയ്താൽ ലൗ നവാ സഹ, അത് സഹിയാകും എന്നാ. ഇവിടെ സഹിയാവും, നേരത്തെ പറഞ്ഞിട്ട് സഹിയാവും, അതില്ല. വൈൻ തദക്കറ, പിന്നീട് ഓർമ്മ വന്നാലും ശരിയാവും. പിന്നെ എന്തോർമ്മ വന്നു? അശുദ്ധിക്കാരനായിരുന്നു എന്ന് ആ ഓർമ്മ വന്നാലും ശരിയാവും. ഇനി ഇസ്ലാമുൻ, ഇസ്ലാമും ഷർത്താണ്. തെമ്മീസും ഷർത്താണ്. കാരണം എന്താ? അത് നിയ്യത്തിന് ആവശ്യമാകുന്ന ഒരു ഇബാദത്താണല്ലോ. കാഫിർ നിയ്യത്തിന് അഹ്ലല്ല, തെമ്മീസ് ഇല്ലാത്തവന്റെ ഇബാദത്തും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് അത് രണ്ട് ഷർത്തായി. അപ്പൊ ഇസ്ലാമും തെമ്മീസും വേണം. എവിടെ? ഇല്ലാഫി ഗസ്ലി നഹ്വി ഗസ്ലി കിതാബിയ്യത്തിൻ, കിതാബിയ്യത്തിന്റെ ഗുസ്ല് പോലത്തതിൽ ഒഴികെ. മാനിയ്യത്തിഹ, അവള് നിയ്യത്ത് ചെയ്ത് കുളിച്ചു. അപ്പൊ അവളെ ഇഖ്തിയാറോട് കൂടെയുള്ള കുളിയാണ്. എന്തിനാ ഇവളെ നിയ്യത്ത് ചെയ്ത് കുളിച്ചാൽ? ഹലീലി ഹൽ മുസ്ലിമി, അവളെ മുസ്ലിമായ ഭർത്താവിനെ ഹലാലാകാൻ വേണ്ടി കുളിച്ചു.
അയാൾക്ക് എന്താണ് അയലുണ്ടായി, നിഫാസ് ഉണ്ടായി, പിന്നെ കുളിച്ചതാണ്. അപ്പോൾ ഇവള് സ്വന്തം നീയത്തൊക്കെ ചെയ്തിട്ടാണ് കുളിച്ചു. അപ്പോൾ ഇവൾക്ക് ഇസ്ലാം ഷർത്തുണ്ടോ? ഇല്ല. ഇവൾക്ക് ഇസ്ലാം ഇല്ലാത്തതുകൊണ്ട് കുളി ശരിയാകാതിരിക്കുന്നില്ല, കുളി ശരിയായി. അപ്പൊ ഇല്ലാഫി എന്ന് പറഞ്ഞത് അപ്പറഞ്ഞ രൂപം ഇസ്ലാം ഷർത്തില്ല, ആ ഇസ്ലാം ഷർത്ത് എന്നുള്ള ഇസ്തിനെയാണ് അപ്പറഞ്ഞത്. ഇനി തമ്മീസ് ഷർത്തുണ്ട് എന്ന് പറഞ്ഞ ഒരു ഇസ്തിനെ പറയുന്നത് തഹ്സീലിഹി, ഇവൻ കുളിപ്പിക്കുന്നതിലും ഒഴികെ. ഇവനാരെ കുളിപ്പിക്കുക? ലി ഹലീലത്തിഹി അൽ മജ്നൂനത്തി, ഇവന്റെ മജ്നൂനായ ഭാര്യയെ കുളിപ്പിക്കുക. ആ ഭ്രാന്തായ ഭാര്യയെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ തമ്മീസ് ഉണ്ടാവുമോ? അതില്ലല്ലോ. അപ്പൊ അതാ പറഞ്ഞ മജ്നൂനത്തായ ഭാര്യയെ കുളിപ്പിക്കുക. പിന്നെ അവിൽ മുംതനിയത്തി മാൻ നിയ്യത്തി മിൻഹു, അല്ലെങ്കിൽ മുംതനിയത്തായ ഭാര്യയെ കുളിപ്പിക്കുക. അവള് മുസ്ലിമെ തന്നെ, അവള് മുംതനിയാണെന്ന് പറഞ്ഞാൽ കുളിക്കാൻ കൂട്ടാക്കുന്നില്ല, കുളിക്കൂല എന്ന് വാശിയാ. അന്നേരം മിൻഹു, ആരിൽ നിന്ന്? മാൻ നിയ്യത്തി മിൻഹു, ഇവനിൽ. മാൻ നിയ്യത്തി മിൻഹു, ഇവനിൽ നിന്നുള്ള നീയത്തോടുകൂടെ. മാൻ നിയ്യത്തി മിൻഹു എന്ന് പറഞ്ഞത് തഹസീലിനോട് ബന്ധിച്ചതാ. അപ്പോൾ മജ്നൂനത്തിനെ കുളിപ്പിക്കുന്നത് മുംതനിയത്തിനെ കുളിപ്പിക്കുന്നത് രണ്ടിലും ഇവൻ നീയത്ത് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യും? തമ്മീസില്ല, തമ്മീസ് ഷർത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോ മുംതനിയത്തായാലും ഇപ്പം പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് നിർത്തിയിട്ട് ഷവറിന്റെ അടിയിൽ പിടിച്ച് നിർത്തിയാൽ മതി, തുറന്നു വിട്ടിട്ട് വന്ന് നീയത്ത് ചെയ്താൽ മതി. പക്ഷെ അവിടെ ഒരു ഇഷ്കാലം, അതായത് മജ്നൂനത്തിന് തമ്മീസ് വേണ്ടാന്ന് പറഞ്ഞാൽ ശരിയായി. തമ്മീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാഫി തഹ്സീലിഹിൽ ഹലീലത്തിഹിൽ മജ്നൂനത്തി എന്ന് പറഞ്ഞെടുത്ത് തമ്മീസ് വേണ്ട എന്നറിയാം. മുംതനിയത്തോ? മുംതനിയത്തിന് ഇപ്പം എന്തിനാ ഇത്? ഇസ്ലാമും ഉണ്ട്, അവൾക്ക് തമ്മീസും ഉണ്ട്. അത് ഈ മജ്നൂനത്തിന്റെ കൂടെ വരുന്നൊരു മസലയാണ് മുംതനിയത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ അതങ്ങനെ കൂട്ടി പറഞ്ഞ, നേരത്തെ പറഞ്ഞ ഇസ്തിനെ പെട്ടതല്ല എന്നാ ശാരീരങ്ങൾ പറഞ്ഞത്. ഇസ്ലാമും തമ്മീസും ഓരോന്നിലും ഓരോ ഇസ്തിനെ ഉണ്ടാവും പറഞ്ഞ്. അപ്പൊ ഇത് രണ്ടും പറയുമ്പോൾ കിതാബിയ്യത്തും മജ്നൂനത്തിന്റെയും കൂടെ പറയുന്ന ഒരു മസലയാണ് മുംതനിയത്ത്. അത് ഇസ്തിത്റാദാണ്, ഇസ്തിനെയല്ല. പിന്നെ ബിഖിലാഫി മായിദ അക്റഹ, എന്തിനെതിരായിട്ട് ഒരു രൂപം ഇവൻ അവളെ എന്ത് ചെയ്തു? ഇക്റാഹ് ചെയ്തു. ആര്? കിതാബിയ്യത്തിനെ. അപ്പൊ അതാ പറഞ്ഞ, നേരത്തെ പറഞ്ഞ ഇഖ്തിയാർ അനുസരിച്ച് അവള് കുളിച്ചതാണ്. ഇവിടെ ഇവൻ അവളെ ഇക്റാഹ് ചെയ്തു. ലായഹ്താജുലി നീയത്തിൻ, ഇക്റാഹ് ചെയ്ത് കുളിപ്പിക്കുമ്പോ പിന്നെ നീയത്തിന് തീരെ ആവശ്യമില്ല. ലായഹ്താജു ലി നീയത്തിന്. അപ്പോ അവള് നീയത്ത് ചെയ്യൂലല്ലോ ഇക്റാഹ് ചെയ്യുമ്പോ, അല്ലേ? കിതാബിയ്യത്തിനെ പിടിച്ചിരുത്തി കുളിപ്പിക്കുമ്പോഴേ ഓള് നീയത്ത് ചെയ്യൂല. അപ്പൊ നീയത്തിന്റെ തന്നെ ആവശ്യമില്ല. ഇനി ലില്ലറൂറത്തി. ലില്ലറൂറത്തി എന്ന് പറഞ്ഞത് ആ പറഞ്ഞ എല്ലാത്തിലേക്കും മടങ്ങുന്ന. ഏത്? കിതാബിയ്യത്തിനെ കുളിപ്പിക്കുന്നിടത്തും പിന്നെ മജ്നൂനത്തിനെ കുളിപ്പിക്കുന്നിടത്തും മുംതനിയത്തിനെ കുളിപ്പിക്കുന്നിടത്തും ഉണ്ട് ലറൂറത്ത്, അല്ലേ? പിന്നെ മറ്റോടത്ത് നീയത്ത് വേണ്ടാന്ന് പറഞ്ഞതും എല്ലാം എന്താണ്? ലറൂറത്ത്, എല്ലാത്തിലേക്കും മടങ്ങുന്ന. തജിബു യാദത്തുഹു, ഇനി ആ കുളി മടക്കൽ നിർബന്ധമാണ്. ബാദ സവാലിൽ കുഫിരി, ഇവള് കിതാബിയ്യത്ത് മുസ്ലിമായി നിൽക്കുക, എന്നാ കുളി മടക്കൽ നിർബന്ധമാണ്. അവിൽ ജുനൂനി, അല്ലെങ്കിൽ ജുനൂന് നീങ്ങിയാൽ ഇവർക്ക് സുഖമായി. അവിൽ ഇംതിനായി, അല്ലെങ്കിൽ പിണങ്ങിയിട്ടാണ് ഇങ്ങനെ നിന്നത്, വാശിയൊക്കെ മാറി സോൾവായി. അപ്പം എന്താകണം? കുളിക്കൽ നിർബന്ധമാണ്, മടക്കണം, കുളി മടക്കണം. കാരണം എന്താ? ജവാലിൽ ലറൂറത്തി, ലറൂറത്ത് മാറിയല്ലോ. അപ്പൊ അതാണ് ഈ മൂന്നിലേക്കും എന്താണ് പറഞ്ഞിട്ട് ജവാലിൽ ലറൂറത്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അലിൽ ലറൂറത്തി മറ്റടുത്ത് എല്ലാത്തിലേക്കും മടങ്ങും എന്ന് പറഞ്ഞത്. ഇനി വാദുമുസാരിഫി, വേറൊരു ഷർത്താണ് സാരിഫില്ലാതിരിക്കണം. സാരിഫില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബി അല്ലാ ഏത്തി അബി മുനാഫില്ലി നീയത്തി, നീയത്തിന്റെ എതിരായ കാര്യം ചെയ്യാൻ പാടില്ല. നീയത്ത് ചെയ്തിട്ടല്ലേ കുളിക്കുന്നത്, നീയത്തിന്റെ എതിരാകുന്ന കാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ പറഞ്ഞു പിന്നെ ഏതുപോലെ നീയത്തിന്റെ എതിരെ കരിദ്ദത്തിൻ, റിദ്ദത്ത് പോലെ വല്ലിയാതുബില്ല. അപ്പൊ ഇവന് ഒതുകൊടുക്കാനും കുളിക്കാനും നീയത്ത് ചെയ്തിട്ട് എന്താക്കി? കുറച്ച് ചെയ്ത് നീയത്ത് ചെയ്യുമ്പോൾ ഏതായാലും അതിന്റെ അവലിനോട് മുക്കാരനായി വരണല്ലോ. അപ്പൊ കുറച്ച് കഴുകി കഴിഞ്ഞിട്ട് മുർത്തത്തിന്റെ എന്തോ പണിയെടുത്ത് എന്നാ പിന്നെ ഇവന്റെ കുളിയും ഇതും ശരിയാവും. അതില്ല. കൗലു ഇൻഷാ അല്ലാ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ പറയും പോലെ അത് നീയത്തിന് മുനാഫിയ. കാരണം നീയത്ത് ജസ്മോട് കൂടെ ആയിരിക്കണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ അത് എതിരാണ്. എന്ത്? ലാബി നീയത്തി തബറുക്കി, തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാത്ത ഇൻഷാ അല്ലാ. അതല്ലാത്ത ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻഷാ അല്ലാ ഉണ്ടല്ലോ. ഒന്നിലും മുത്തലക്കായി ഒന്നും കരുതാതെ പറയുന്നത്
അല്ലെങ്കിൽ തഅലീഖ് ഉദ്ദേശിച്ച് പറയുന്നത്. ഇത് രണ്ടും പറ്റൂലാന്ന്, രണ്ടും നിയ്യത്തിനെതിരാണ്. അപ്പോൾ അത് പറ്റൂലാന്ന്. ഔ ഖത്ഇൻ, അല്ലെങ്കിലോ ഖത്ഇ പോലെ എന്ത്, അപ്പൊ നിയ്യത്ത് ചെയ്തിട്ട് എന്താണ് ഒതുകൊടുക്കാന്ന് കുളിക്കാന്നൊക്കെ നിയ്യത്ത് ചെയ്തിട്ട് ആ നിയ്യത്തിനെ ഖത്ഇ ചെയ്യാന്ന്, നിയ്യത്തിനെ ഖത്ഇ ചെയ്യാന്നാ. അപ്പൊ അതുപോലെ, അപ്പൊ അതൊന്നും പറ്റൂല. ലാ നൗമുൻ ത്വീലുൻ, ലാ നൗമിൻ ത്വീലിൻ, ദീർഘമായ നൗമല്ല, അത് മുനാഫിയല്ല. തമക്കുനി, എന്തോടുകൂടെ ഉറച്ചിരുന്നിട്ടുള്ള അത്, അല്ലെങ്കിൽ ആ ഉറച്ചിരിക്കാണ്ട് കിടന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതുപോയല്ല, അത് മുനാഫിയായി. അപ്പൊ അതാ പറഞ്ഞ എന്ത്, ഇങ്ങനെ ദീർഘമായ ഉറക്കം, തമക്കുനുൻ മഖഅദഹു മിനൽ അർളി എന്ന രീതിയിൽ, പിന്നെ ഫലാ യഹ്താജു ലിതജ്ദീദിഹ, അപ്പൊ ഇവൻ ആവശ്യമാവൂല, ആ നിയ്യത്തിനെ പുതുക്കേണ്ട ആവശ്യമില്ല. എപ്പോ ഇൻകാനൽ ബിലാഉ ബി ഫിഅലിഹി കമായത്തി, ആ ബാക്കി ചെയ്യുന്നത് ഇവന്റെ ഫീലോടുകൂടെ ആണെങ്കിൽ പുതിയ നിയ്യത്തിന്റെ ആവശ്യമില്ല. കമാസയത്തി ശേഷം വരും പോലെ. അല്ല, ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്താണ്, ഒരുത്തൻ വെള്ളം കോരി ഒഴിച്ചു കൊടുത്തതാ. അപ്പോൾ വെള്ളം കോരി വേറെ ഒഴിച്ചു കൊടുത്താൽ ഇപ്പം വേറെ നിയ്യത്ത് ചെയ്യണം. അതാ പറഞ്ഞ ഇൻകാനൽ ബിനാവു ബി ഫീലി, ബിനാവ് എന്ന് പറഞ്ഞാൽ ബിനാവുൻ അലൽ ബാഖീന, അല അലാമാ മലാന്ന, ബിനാ ഉൽ ബാഖി അലാമാ മലാന്ന. മുമ്പ് കുറച്ച് കഴുകിയിട്ടുണ്ടല്ലോ, അതിന്റെ ബാക്കി കഴുകുക എന്നാണ്. കമായത്തി ഫൈൻകുൽ താപ്പോരിഷ്കാല് ലിമ ഉൽഹിഖൽ ഇത്ലാഖുഹുന, ഇവിടുത്തെ ഇത്ലാഖിനെ ചേർക്കപ്പെട്ടു ബി ഖസ്ദി തഅലീഖ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ലാബി നിയ്യത്തി തബറുക്കി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് രൂപം വരും. മുത്തലക്കായിട്ട് ഇൻഷാ അല്ലാഹ് എന്നുള്ളതും വരും, തഅലീഖ് ഉദ്ദേശിച്ചു പറയുന്നതും വരും. അപ്പൊ ഈ മുത്തലക്കായി പറയുന്നത് തഅലീഖ് പോലെയാക്കി ഇവിടെ, അപ്പൊ അത് നിയ്യത്തിനെതിരാക്കി. അതിവിടെ അതായത് പിന്നെ ഉളുവിന്റെയും കുളിന്റെയും ശറത്തിൽ. വഫി തലാഖി, തലാഖിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിമൗൽഹിഖൽ ഇത്ലാഖ് ഹുന, ആ ഹുനന്റെ മേൽ അത്ഫാണ് ഫിത്തലാഖ് എന്ന് പറയുന്നത്. അപ്പോ ഇത്ലാഖിനെ ചേർക്കപ്പെട്ടു തലാഖില് ബി ഖസ്ദി തബറുക്കി, അവിടെ തബറുക്കിന്റെ ഖസ്ദിനോട് ചേർക്കപ്പെട്ടു. അതെന്താ വ്യത്യാസം? അപ്പൊ അതായത് തലാഖ് ചെല്ലുമ്പോ എന്താണ്, ഒരുത്തൻ ഭാര്യനോട് പറഞ്ഞ അന്തി താലിക്കുൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ തഅലീഖ് ഉദ്ദേശിച്ചു പറഞ്ഞാലും എന്ന പോലെ തഅലീഖ് ഉദ്ദേശിച്ച് പറഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, തലാഖ് വാക്കിയാകാതിരിക്കുള്ളൂ. പിന്നെ മുത്തലക്കായി പറഞ്ഞാലും തബറുക്ക് ഉദ്ദേശിച്ച് പറഞ്ഞാലും തലാഖ് വാക്കിയാകും അവിടെ. അപ്പോ മുത്തലക്ക് തബറുക്കിനോട് അവിടെ ചേർത്തത്, ഇവിടെ ആണെങ്കിലോ തഅലീഖിനോടും ചേർത്തത്. എന്താ വ്യത്യാസം എന്ന് ഖുൽതു, അത് വ്യത്യാസം യുഫ്റഖു ബി അന്നൽ ജസ്മ അൽ മുഅ്തബറ ഫി നിയ്യത്തി, നിയ്യത്തിൽ മുഅ്തബറായ ജസ്മ്, നിയ്യത്തിൽ ജസ്മാണല്ലോ, എന്തഫി ബിഹി, അതില്ലാതെയാകും. എന്തുകൊണ്ട്? ബിഹി, ആ ഇത്ലാഖ് കൊണ്ട് ഇല്ലാതെയാകും. ലിൻസിറാഫിഹി ലി മദ്ലൂലിഹി, ഇൻഷാ അല്ലാ അത് മുൻസരിഫാകും. ലി മദ്ലൂലിഹി, അതിന്റെ മദ്ലൂലിലേക്ക് മുൻസരിഫാണ്. അതിന്റെ മദ്ലൂൽ എന്താ? ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞതിന്റെ മദ്ലൂൽ അത് തഅലീഖാകുക എന്നുള്ളതല്ലേ. അപ്പൊ അതിലേക്കാണ് ഇത്ലാഖാകുന്ന സമയത്തും അതിലേക്കാണ് അത് തിരിയുക. അപ്പോ അത് രണ്ടും ഒരുപോലെയായി, ഇത്ലാഖും തഅലീഖും ഒരുപോലെയായി. മാലം യസ്രിഫുഹു അൻഹു ബിനിയ്യത്തി തബറുക്കി, അതതിന്റെ മദ്ലൂലിലേക്ക് തിരിയും എന്ന് പറഞ്ഞപ്പോ ഇവൻ അതിനെ തിരിച്ചിട്ടില്ലെങ്കിൽ, ഇത് ഇൻഷാ അല്ലാഹ് എന്നതിനെ ഇവൻ തിരിച്ചിട്ടില്ലെങ്കിൽ, അൻഹു അതിന്റെ മദ്ലൂലിനെ തൊട്ട് തിരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ തിരിക്കുക? ബിനിയ്യത്തി തബറുക്കി, തബറുക്കിന്റെ നിയ്യത്ത് കൊണ്ട് അതിനെ തൊട്ട് തിരിച്ചില്ലെങ്കിൽ അതിന്റെ മദ്ലൂലിലേക്ക് തന്നെ പോവുക. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് മുത്തലക്ക് പറഞ്ഞാലും തഅലീഖിലേക്കാ പോവുക. അപ്പൊ അതുകൊണ്ട് എന്തായി, ആ ഇത്ലാഖ് കൊണ്ട് ആ ജസ്മ് ഇല്ലാതെയായി. അപ്പൊ അത് ഇവിടെ ഇത്ലാഖ് തഅലീഖിനോട് ചേർത്തു. അമ്മാവി തലാഖി, അപ്പൊ സലാഖിലാണെങ്കിലോ ഫഖത്ത് ആറള സരീഹാനി, അവിടെ രണ്ട് സരീഹ് എതിരായി. എന്താ രണ്ട് സരീഹ്? ഒന്ന് അന്തി താലിഖ് എന്ന് പറയല്, ഒന്ന് ഇൻഷാ അല്ലാഹ് എന്ന് പറയല്, അല്ലെ? ലഫ്ളു സിയഗത്തി സരീഹ് ഫിൽ വുഖൂഇ, കണ്ടോ? സരീഹായ സീഗ, സരീഹായത് എന്ന് പറഞ്ഞാല് സരീഹായ ലഫ്ള്, സീഗയുടെ സരീഹായ ലഫ്ള്, അതായത് ആ തലാഖിന്റെ സീഗ ഉണ്ടല്ലോ അന്തി താലിഖ് എന്ന് പറയുന്നത്, അതിന്റെ സരീഹായ ലഫ്ള് എന്തിൽ സരീഹായത്? ഫിൽ വുഖൂഇ, തലാഖ് വാക്കിയാകുക എന്നതിൽ സരീഹായ ലഫ്ള്, അതാണ് ഒരു സരീഹ്. പിന്നെ ലഫ്ളു തഅലീഖി, തഅലീഖിന്റെ ലഫ്ള്, അതായത് ഇൻഷാ അല്ലാഹ് എന്നുള്ളത്, അത് സരീഹാണ്,
ലഫ്ളു തഅലീഖി സരീഹൂന സരീഹാനി എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിന് ബദലാണല്ലോ ലഫ്ളു സീഖത്തി എന്ന് പറയുന്നത് ലഫ്ളു തഅലീഖി എന്ന് പറയുന്നു. ആ ലഫ്ളിന് സിഫത്താണ് ആ സരീഹു എന്നുള്ളതാ. അപ്പോൾ രണ്ടിടത്തും സരീഹു എന്നാ വായിക്കുക. ലഫ്ളു സീഖത്തി സരീഹു ഫിൽ വുഖൂഇ ലഫ്ളു തഅലീഖി സരീഹു ഫി അദ്മിഹി. അദ്മിഹിന്റെ ലമീർ വുഖൂഇലേക്ക് മടങ്ങുക. അപ്പോൾ തലാഖ് വാക്കിയാകുന്നില്ല എന്നതിൽ സരീഹാണ് ഈ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ തഅലീഖിന്റെ സരീഹ്. ഇത് രണ്ടും എതിരായി. അപ്പോൾ രണ്ടും എതിരായപ്പോൾ ലാക്കിൻ ലമ്മാ ലഅഫ ഹാദ സരീഹു, ഈ സരീഹ് എന്താണ്? ലൈഫാണ്. ഏത് സരീഹ്? ഈ തലാഖ് വാക്കിയാകുന്നില്ല എന്ന ആ തഅലീഖിന്റെ ലഫ്ളിന്റെ സരീഹ് ഉണ്ടല്ലോ, അത് ലൈഫായി. അത് കാരണം എന്താ? ബി കൗനിഹി കസീറമ്മാ യുസ്തഅമലു ലിത്തബറുക്കി, അത് എന്താണ്? തബറുക്കിന് ഒരുപാട് ഉപയോഗിക്കാറുണ്ട് എന്ന നിലക്ക് അത് ലൈഫായി. മറ്റേ സരീഹാണെങ്കിലോ ലൈഫല്ല, അത് ശരിയായ സീഖല്ലേ തലാഖിൻ്റെത്. അപ്പം അത് വാക്കിയാണെന്നുള്ളതിൽ സരീഹ് കവി തന്നെയാണ്. അപ്പം ഇങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു? ഉഹ്തിജലിമാ യുഖ്രിജുഹു അൻ ഹാദൽ ഇസ്തിഅമാലി. അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞത് ആവശ്യമായി. ഉഹ്തിജന്റെ ദമീർ അതിലേക്കാ, കൗല ആവശ്യമായി, ലിമാ ഒന്നിലേക്ക് ആവശ്യമായി. യുഖ്രിജുഹു ആ ഒന്ന് ഇഖ്റാജ് ചെയ്യും. എന്തിനെ? ആ ഇൻഷാ അല്ലാനെ ഇഖ്റാജ് ചെയ്യും. അൻ ഹാദൽ ഇസ്തിഅമാലി, ആ പറയുന്ന എന്ത് തബറുക്കിനെ തൊട്ട് ഇഖ്റാജ് ചെയ്യുന്ന ഒന്നിലേക്ക് ആവശ്യമായി. അപ്പോൾ തബറുക്കിന്റെ ഇസ്തിഅമാലിനെ തൊട്ട് ഇഖ്റാജ് ചെയ്യുന്ന ഒന്നെന്താ? വഹുവ ആ മായുഖ്രിജുഹു ആകുന്നത് നിയ്യത്തു തഅലീഖി ബിഹി, അതുകൊണ്ട് തഅലീഖാക്കൽ കരുതുക. ഇൻഷാ അല്ലാ എന്നതുകൊണ്ട് തഅലീഖിനെ കരുതുക. എന്തിനു മുമ്പ്? ഖബല ഫറാഗി ലഫ്ളി തിൽക സീഖത്തി, ആ സീഖന്റെ ലഫ്ള് തീരുന്നതിന് മുമ്പ്. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് എന്താക്കണം? ഇതുകൊണ്ട് തഅലീഖാണ്. അല്ല തുടങ്ങുന്നതിന് മുമ്പ് വേണമെന്നില്ല, തീരുന്നതിന് മുമ്പ് വരുത്തിയാൽ മതി. ഹത്താ യഖ്വിയ, അപ്പം എന്ത് വരും? അലാ റഫീഇഹാ ഹീനൈദിൻ. ഹത്താ യഖ്വിയ എന്ന് പറഞ്ഞത് ആ തഅലീഖിന്റെ ലഫ്ള്, അതായത് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞതിന് ഖുവ്വത്തുണ്ടാകും. അലാ റഫീഇഹാ, ആ സീഖനെ റഫഅ് ചെയ്യുക എന്നതിന് ഖുവ്വത്തുണ്ടാകും. ഹീനൈദിൻ എന്ന് പറഞ്ഞാൽ ആ തഅലീഖിനെ കരുതുമ്പോ. അപ്പം എന്തായി? അപ്പൊ അവിടുത്തെ ഇങ്ങനെ ഒന്ന് വേണ്ടത് കൊണ്ട് എന്താക്കിയില്ല? ആ മുത്തലക്കിനെ തബറുക്കിനോട് അവിടെ ചേർത്തത്. അവിടെ ഒരുപാട് ഇസ്തിമാലുള്ളതല്ലേ. ഇങ്ങനത്തെ മായുഖ്രിജു അവിടെ ഇല്ലല്ലോ മുത്തലക്കില്. മായുഖ്രിജു ഇല്ലാത്തത് കൊണ്ട്, അതായത് തഅലീഖിന്റെ നിയ്യത്തില്ലാത്തത് കൊണ്ട് അത് ഈ തബറുക്കിനെ കസീറായ ഇസ്തിമാലുണ്ടല്ലോ അതിനെ തൊട്ട് ഇഖ്റാജ് ചെയ്യുന്ന തിരിക്കുന്ന ഒന്നില്ലാത്തത് കൊണ്ട് അവിടുത്തെ മുത്തലക്കിനെ വർക്കത്തിനോട് ചേർത്ത്, ഇവിടുത്തെ മുത്തലക്കിനെ പിന്നെ തഅലീഖിനോടും ചേർത്ത്. ഇങ്ങനെയാണ്. ഇനി വേറൊരു ഷർത്ത് പറയുന്നു, മഅരിഫത്തു കൈഫിയ്യത്തിഹി. ഇതിന്റെ കൈഫിയ്യത്തിന്റെ കൈഫിയ്യത്തും അറിയണം. ഇതിന്റെ വുളൂവിന്റെ കൈഫിയ്യത്ത് അറിയണ്ടേ? അതും ഷർത്താണ്. ഇല്ല അങ്ങനെ കൈഫിയ്യത്ത് അറിഞ്ഞില്ലെങ്കിൽ, കൈഫിയ്യത്ത് അറിയാന്ന് പറഞ്ഞാൽ അതിന്റെ റുക്ന ഏതൊക്കെയാണ്, ഷർത്ത് ഏതൊക്കെയാണ്, സുന്നത്ത് ഏതൊക്കെയാണ്, ഫർള് ഏതൊക്കെയാണ്, ഇത് വേർതിരിച്ചറിയണം. ഫൈൽ അന്നൽ കുല്ല, വയില്ല അങ്ങനെ അറിയുന്നില്ലെങ്കിൽ, അറിയാത്ത രൂപത്തിൽ എല്ലാം ഫർളായി കരുതുന്ന രൂപമുണ്ട്. ഒതു കൊടുക്കുന്ന മുഴുവൻ ബിസ്മിയും എന്ന പോലെ ഹംദും പിന്നെ മധുമാൽ തുഷ്ചാക്കും എല്ലാം ഫർളാന്ന് വിചാരിച്ച. അങ്ങനെ ഫൈനൽ തന്നൽ കുല്ല ഫർലൻ ഔ ഷറക്ക, അല്ലെ ഷിർക്കാക്കിന്ന് തശ്രീക്കാക്കി എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേയൊക്കെ ഫർളുണ്ട് കുറേയൊക്കെ സുന്നത്തുണ്ട്. വലം യഖ്സിദ് ബി ഫർലിൻ മുഅയ്യനിൻ അന്നഫ്ലിയ്യത്ത, ആ തശ്രീക്കാക്കുമ്പോൾ ഒരു മുഅയ്യനായ നഫലിനെ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? ഖസ്ദാക്കിയിട്ടില്ല. വലം യഖ്സിദ് ബി ഫർലിൻ മുഅയ്യനിൻ, ഒരു മുഅയ്യനായ ഫർലിനെ നഫല എന്ന് വിചാരിച്ചതുമില്ല. എന്നാൽ സഹ, അപ്പൊ സഹിയാകും. അപ്പൊ കൈഫിയ്യത്ത് അറിയാത്ത രൂപം, വ്യക്തമായി ഫർലിന്നതാണ് സുന്നത്തിന്നതാണെന്ന് അറിയാത്ത രൂപത്തിൽ ഇങ്ങനെ വന്നാൽ കഴിച്ചിലായി. ഔ നഫലൻ, അല്ലെങ്കിൽ എന്ത് ചെയ്തു? എല്ലാം സുന്നത്താന്ന് വിചാരിച്ചു, എന്നാ ഫല അല്ല. ഇല്ലാന്ന് പറഞ്ഞാല് ഒരു മുഅയ്യനായ ഫർലിനെ നഫല എന്ന് വിചാരിച്ചാൽ അങ്ങനെയാ. വലം യഖ്സിദ് ഔ നഫലൻ എന്ന് പറഞ്ഞാൽ ഔ ലന്നൽ കുല്ല നഫലൻ എന്നാണ്. അങ്ങനെയാണ്. ശരിയാ. അപ്പോൾ ഫർലൻ എന്നതിൻ്റെ മേലെ അത്ഫാണ്.
അപ്പൊ അതിന്റെ ശേഷം പറഞ്ഞത് ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല. ഫല ഒതു ശരിയാവൂല എന്ന് പറഞ്ഞു. അപ്പൊ തശ്രീക്കാക്കുമ്പോ ഒരു മുഅയ്യനായ ഫർളിനെ നഫിൽ ചെയ്യുന്ന സ്ഥലം അവിടെ ശരിയാവൂല എന്നാണല്ലോ പിന്നെ അതിന്റെ ശേഷം പറഞ്ഞത്. അതിപ്പോ കിതാബിൽ പറഞ്ഞിട്ടില്ല, അത് ആശയക്കാർ പറയുന്നത്, അതും കൂടി പറയേണ്ടിയിരുന്നു. ആയിക്കോട്ടെ. ഹാദാഫിസ്വലാത്തി, ഈ പറഞ്ഞത് നിസ്കാരത്തിലും വരാഹിവിയ അതുപോലത്തേലെല്ലാം വരും, ഹജ്ജിനും ഉംറക്കൊക്കെ വരും. അപ്പൊ അതിന് പോകുന്നതിന് മുമ്പ് എന്താണ് പിന്നെ ഫർളും സുന്നത്തും ഒക്കെ ഒന്ന് വേർതിരിച്ച് പഠിക്കേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയത് ഫർള് ഏതാണെന്ന് പഠിക്കേണ്ടി വരും. ഈ ഗ്രൂപ്പുകാരുടെ ക്ലാസ്സിലൊന്നും അത് പറയില്ല, വേറെന്തെല്ലാം പറയുന്നേക്കാം. കുറെ ഫലായിലും പിന്നെ യാത്രന്റെ മര്യാദയും മറ്റതും മറിച്ചതും ഇതെല്ലാം പറയും. ഹജ്ജിന്റെ ഫർള് ഇത്രയെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു പഠിപ്പിക്കുക, അതിന്റെ വാജിബ് ഇത്രയെന്നൊന്ന് പറഞ്ഞു പഠിപ്പിക്കുക. അത് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, പൊതുവെ ഉണ്ടാകാറില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. അപ്പൊ ഇതെന്താണ്, നിസ്കാരത്തിലും അതിലും ഇല്ലെല്ലാം വരും. അപ്പോ ഒരു മുഅയ്യനായ ഫർളിനെ കുറിച്ച് സുന്നത്ത് എന്ന് വിചാരിച്ചാൽ ഓന്റെ ഹജ്ജും ശരിയായില്ല, പൈസയും പോയി, അതന്നെ ഉംറയും ശരിയായിട്ടില്ല. വഹാദിഹിൽ ഹംസത്തുൽ അഖീറത്തി, അവസാനം പറഞ്ഞ 5 ഉണ്ടല്ലോ, അത് ഷുറൂത്തും ഫിൽ ഹഖീഖത്തിൽ നിയ്യത്തിന്റെ ഷർത്ത. അവസാനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ തഹഖുഖുൽ മുഖ്തലി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞില്ലേ, നമ്മളെ മുഖ്തലി ഉറപ്പുണ്ടാകണം, അതായത് അശുദ്ധി ഉറപ്പുണ്ടാകണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒളുവിന്റെ നിയ്യത്തിന്റെ ഷർത്ത, ഒളുവിന്റെ ഷർത്ത അല്ലത്. പിന്നെ വസീദ, അതങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാം. ഇനി വേറെ ചിലത് കൂട്ടിയിട്ടുണ്ട്. അതാ ഈ സീദ ഈ പറഞ്ഞതിന് പുറമെ വർദ്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വുജൂബു വസ്ലി സായിദിൻ ഇസ്തബഹ ബി അസ്ലിയിൻ, അത് അസ്ലിയുമായി ശുബഹത്തുണ്ടായ സായിദായ അവയവത്തെ കഴുകൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ വുജൂബ് ഒരു ഷർത്തായി കൂട്ടിയിട്ടുണ്ട്. എന്ന പോലെ ജുസീൻ യതഹഖഖു ബിഹി, ഒരു ജുസീനെ കഴുകലും സായിദിന്റെ മേലത്ത് യതഹഖഖു ബിഹി, ആ ജുസീനെ കഴുകൽ കൊണ്ടിട്ട് എന്താവും, ഉറപ്പാകും. ഇസ്തിയാബുൽ ഉളുവി, കഴുകേണ്ട അവയവം പൂർണ്ണമായി കഴുകി എന്നുള്ളത്. ഇസ്തിയാബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകുക എന്നല്ലേ. അപ്പൊ ആ കഴുകേണ്ട അവൻ പൂർണ്ണമായി കഴുകിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അതിന്റെ അപ്പുറം കൂടി കഴുകേണ്ടി വരും. ഇത് അതിന്റെ ഉജൂബും ഇവിടെ വർദ്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഫീഹി നദറുൻ, അതിൽ നദറുണ്ട്. കാരണം അത് രണ്ടും ഷർത്തല്ലല്ലോ. ലിഅന്ന ഹാദൈനി മിൻ ജുംലത്തിൽ അർക്കാനി, അത് രണ്ടും റുക്കിനാണ്. കമാ സറഹ ബിഹി ഖൗലുഹും, അതിനെന്താ തെളിവ്, അവരുടെ ഖൗല് തന്നെ മാലം യതിമ്മൽ വാജിബു ഇല്ലാ ബിഹി വഹുവ വാജിബുൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോ അസ്ലിയനോട് ശുബഹത്തുള്ള സായിദയായ അവൻ കഴിയെങ്കിലേ വാജിബ് പൂർത്തിയാവുള്ളൂ. അപ്പൊ അതും കഴുകൽ വാജിബായി, തെളിവ് തന്നെ. മറ്റേ ജുസ് കഴിയെങ്കിലേ വാജിബ് പൂർത്തിയാവുള്ളൂ, അപ്പൊ അതും വാജിബ് തന്നെ. പിന്നെ യസീദു, ഇനി ഒരു ഷർത്ത്, ആര് വർദ്ധിപ്പിക്കണം, സെലിസു വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാല് ഷർത്തിന്റെ കൂട്ടത്തിൽ അയാൾക്ക് വർധനമായിട്ട് എന്തുണ്ടാവും, ബി ദുഖൂലിൽ വക്തി, സമയം കടക്കുക എന്നതിനെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാല് ഓന്റെ ഷുറൂത്തുകളുടെ കൂട്ടത്തിൽ നിസ്കാരം കടക്കുക എന്നുള്ളതും കൂടി ഉണ്ടാവും. അപ്പൊ യസീദു എന്നുള്ളത് യതമയ്യസു എന്ന ഒരു തൽമീനിലാണ് ബി എന്ന് ശേഷം പറഞ്ഞത്. യതമയ്യസു സെലിസു ഗൈരിഹി ബി ദുഖൂലിൽ വക്തി ഫി ഷുറൂത്തിൽ ഉസ്ലി വൽ ഉളൂഇ എന്നാവും. അപ്പൊ സമയം കടന്നെങ്കിലേ ഓന്റെ ഒലു ഇതും ശരിയാവുള്ളൂ. വലന്നു ദുഖൂലിഹി, ആ കടന്ന് എന്നുള്ളതും വേണം. വലന്നു ദുഖൂലിഹി, അത് കടന്ന് എന്നുള്ളതും വേണം. പിന്നെ തഖദീമുനഹ്വി ഇസ്തിൻജായിൻ എന്ന പോലെ കടന്നാൽ മാത്രം ഹഖീഖത്തിൽ കടന്നാൽ പോരാ, എന്നും വേണമല്ലോ. ഇബാദത്തിൽ അങ്ങനല്ലേ. എന്ന പോലെ ഇസ്തിൻജാ പോലത്തെ മുന്തിക്കുകയും വേണം അവന്. തഹഫുലിനെയും മുന്തിക്കണം. തഹഫുലിൻ തഖദീമു നഹ്വി ഇസ്തിൻജായിൻ തഹഫുലിൻ. തഹഫുൽ എന്ന് പറഞ്ഞാൽ വെച്ചുകെട്ടലും ഒക്കെ ഉണ്ടല്ലോ, അത് ഉഹത്തി ജയിലി, അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാല് സെലിസു റീഹാണെങ്കിൽ പിന്നെ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ, കെട്ടേണ്ട ആവശ്യമില്ല, കെട്ടിയോണ്ട് ഉപകാരമില്ല. അപ്പൊ അതാ പറഞ്ഞത്, സെലിസിൽ ബൗല് പോലത്തെ ആവുമ്പോ, ദമു പോലത്തൊക്കെ ആവുമ്പോ, മനിയു പോലത്തൊക്കെ ആവുമ്പോ കെട്ടണം. അതാ ഒഴുത്തി ജലീന്ന് തന്നെ. വൽ വലാ ഉബൈനഹുമ, ഇത് രണ്ടിന്റെ ഇടയിൽ തുടരവേണം. ഇസ്തിൻജാ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വെച്ച് കെട്ടലാകണം. വബൈനഹുമ എന്ന പോലെ അത് രണ്ടിന്റെയും വബൈനൽ ഉളൂഇ, ഇസ്തിൻജാവും തഹഫുലും കഴിഞ്ഞിട്ട് പിന്നെ ഒളു ഉടനെ തന്നെ ആകണം മുവാലത്തോടുകൂടെ. വബൈന അഫ്ആലിഹി, ഒളുവിന്റെ ഫീലുകളുടെ ഇടയിലും വേണം. കൈ കഴുകി മുഖം കഴുകി കൈ കഴുകി പെട്ടെന്ന് ആകണം. ഇടക്ക് വേറെ മുവാലാത്ത് മുറിയരുത്. വബൈനഹു വബൈന സലാത്തി, ഒളു കഴിഞ്ഞിട്ടോ നിസ്കാരവും ഉടനെ ആകണം.
ഇതെല്ലാം അവരുടെ ഷർത്താണ്. വസയത്തി ബഅദു ദാലിക പറഞ്ഞതിൽ ചിലതെല്ലാം ശേഷം വരുന്നുണ്ട്. ഇനിയോ ഫർലുഹു സിത്തത്തുൻ എന്നാണ്. അപ്പോൾ മത്തിനിൽ അതാ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഷർത്ത് ഇബ്നു ഹജർ റഹിമഹുല്ലാ ആദ്യം ഉള്ളങ്ങ് പറഞ്ഞത്. ഇനി ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.